കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്റ്റെയർ കേസിന് ഒരു ഹാൻഡ് റെയിൽ പിടിപ്പിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ആദ്യമേ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് സ്റ്റീൽ പിടിപ്പിക്കണം എന്ന് പറഞ്ഞ് സ്റ്റീലിൻ്റെ കാര്യമെല്ലാം സംസാരിച്ച് കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സ്റ്റീലെടുക്കാൻ വേണ്ടി പിന്നെ കഴിഞ്ഞാൽ അവരത് മാറ്റിയിട്ട് ജിയുടെ സ്ക്വയർ ട്യൂബിന് ഹാൻഡ് റെയിൽ പിടിപ്പിക്കാനാണ് അവർ പിന്നെ അത് കഴിഞ്ഞ് തീരുമാനം പറഞ്ഞത്. സ്റ്റീൽ വേണ്ട, അവർക്ക് ഇന്നത്തെ തടിയുടെ ഡിസൈൻ ചെയ്യണമെന്ന് അവരൊരു പറഞ്ഞതിനാണ് ഞങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞാണെങ്കിൽ അത് സ്റ്റീലിൻ്റെ പ്ലാൻ മാറ്റിയിട്ട് സ്ക്വയർ ട്യൂബ് ജിയുടെ ആക്കിയത്. അതിപ്പോൾ ഞങ്ങളാണെങ്കിൽ ആ മാർബിൾ ഒന്ന് കട്ട് ചെയ്ത് 2.5 ഇഞ്ച് വീതിക്ക് ഞങ്ങളവിടെ 3 കാലാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് അതിനകത്തെ ചാന്തെല്ലാം കളഞ്ഞിട്ട് ആ കോൺക്രീറ്റ് തെളിയുന്നതിന് വരെ ചാന്തെല്ലാം ഞങ്ങളത് എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ 4 സൈഡിലും ഞങ്ങൾ 6mm ബിറ്റ് അടിച്ച് ഞങ്ങൾ ഇറക്കി അതിനകത്ത് സ്പോട്ട് അടിച്ചു. നല്ല ബലമാണ്, ഒരു കാരണവശാലും അത് അങ്ങനെ പോകത്തില്ല. രണ്ടര ഇഞ്ച് വീതി സമചതുരം ഞങ്ങളത് കട്ട് ചെയ്തു. സ്ക്വയർ ട്യൂബ് ഇറക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരു 8-ൻ്റെ കമ്പി ഞങ്ങൾക്ക് 4 മൂലയ്ക്കും അടിച്ചിറക്കി നല്ല ബലമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ പോസ്റ്റ് ഞങ്ങളങ്ങ് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ 4 മൂലയ്ക്ക് ഓരോ പീസ് ഞങ്ങൾ ആ 4 മൂലയ്ക്ക് ഞങ്ങൾ ഓരോ പീസ് ഞങ്ങൾ വെച്ച് അടിച്ചിറക്കി ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് 8-ൻ്റെ കമ്പി അടിച്ചിറക്കിയിട്ട് ഞങ്ങൾ അതിനകത്ത് സ്പോട്ട് ചെയ്ത് പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുമ്പം മുഴുവനും ടൈലും മാർബിളൊക്കെ ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മളാണെങ്കിൽ സൈഡിലെല്ലാം ഇച്ചിരി ടൈൽസ് കൊണ്ടുവന്ന പേപ്പർ കൊണ്ടുവന്ന അപ്പുറത്ത് അവിടെ എല്ലാം ഇട്ടിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഇട്ട് ഒഴിച്ച് തളിച്ചിട്ടാണ് നമ്മളത് ബിൽഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് മുഴുവനും ടൈൽസൊക്കെ പിന്നെ കഴിഞ്ഞാൽ അതങ്ങനെ ആ പാട് അതുപോലെ കിടക്കും. അതുകൊണ്ടാണ് ഞങ്ങളത് ഇങ്ങനെ ചെയ്യുന്നത്. അത് കറക്റ്റ് ലെവൽ നോക്കി സ്പിരിറ്റ് ലെവൽ വെച്ച് ഞങ്ങളത് സ്പോട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാല് പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് മേളത്തെ കാലും അങ്ങനെ 3 കാലും മൊത്തം ഞങ്ങൾ പിടിപ്പിച്ചിട്ട് അതിൻ്റെ മെയിൻ കാല് ഹാൻഡ് റെയിലിൻ്റെ മെയിൻ കാല് ഞങ്ങൾ അതിൻ്റെ മണ്ടയിൽ കൂടെ ഞങ്ങൾ അത് ഓടിച്ചു വിട്ടു. പിന്നെ കഴിഞ്ഞ് അതിന് ഇടയ്ക്കത്തെ ഒന്നുക്കൊന്നാണ് ഞങ്ങളത് ക്രോസ് പാകുന്നത്. ഒന്നുക്കൊന്ന് ഞങ്ങൾ പാകിയിട്ട് അതിൻ്റെ കറക്റ്റ് ടേപ്പർ നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇടയ്ക്ക് മുഴുവൻ മൊത്തം 1 ഇഞ്ചിൻ്റെ 4 പീസാണ് ഞങ്ങൾ പാകുന്നത്. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഒരു പീസ് ഞങ്ങൾ മുറിച്ച് ഒരു പീസ് ഞങ്ങൾ മുറിച്ചു. അതിൻ്റെ അളവും അതിൻ്റെ ചായവും എല്ലാം ഞങ്ങൾ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വേറെണ്ണം ഞങ്ങൾ വെച്ച് മാറി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത കാല് നമ്മൾ ഏകദേശം 15 സെൻറ്റിയാണ് ഇതിൻ്റെ ഉള്ളളവ് വരുന്നത്. ഇങ്ങനെ പീസെല്ലാം വെച്ച് വരുമ്പോഴത്തേക്ക് 15 സെൻറ്റിയാണ് ഞങ്ങളുടെ ഇതിൻ്റെ അകലം ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. താഴത്തെ സ്റ്റെപ്പിൻ്റെ 4 ഒന്നുക്കൊന്നിന് 4 പീസും 2 പീസും ഞങ്ങൾ അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത്
മേളത്തെ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ലാൻഡിങ് വരുമ്പോഴത്തേക്കിനും അതൊന്ന് കട്ട് ചെയ്ത് വാട്ടർ ലെവലാക്കി കൊടുക്കണം. ആ ലെവലാണ് നമ്മുടെ ആ ഭിത്തിയിലോട്ട് കയറി ചെല്ലുന്നത്. ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ ആ ഭിത്തിയുടെ ലാൻഡിങ്ങിൽ അവിടെ ഞങ്ങളത് സ്ക്വയർ ട്യൂബെല്ലാം വെച്ച് കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ പരിപാടിയെല്ലാം ഏകദേശം എല്ലാം തീർന്ന് ഇപ്പം ഞങ്ങളത് മൊത്തം വെൽഡിങ്ങാണ് ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ താഴത്തെ സ്റ്റെപ്പ് കയറി വന്നിട്ട് താഴത്തെ സ്റ്റെപ്പിൻ്റെ ലാൻഡിങ് വന്നിട്ട് ലാൻഡിങ്ങിനോടൊന്ന് മേളിലോട്ടുള്ള ഒടിച്ച് കട്ട് ചെയ്ത് മേളിലോട്ട് കയറുന്ന ഭാഗമാണ് ഉണ്ടാക്കുന്നത്. ഒരൊറ്റ കാലിലാണ് അത് മൊത്തം വന്നിരിക്കുന്നത്. വേറൊരു കാലിൽ അതിനകത്ത് കൊടുക്കണം. ഒരു കാലിൽ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു എന്തെങ്കിലും ചെറിയൊരു ഡിസൈനൂടെ ചെയ്യാൻ പറഞ്ഞു. അതിന് അത് പിന്നെ രണ്ടാമത് ഞങ്ങൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് വെറുതെ നേരെ താഴോട്ട് കട്ട് ചെയ്ത് നേരെ അതിനൊരു ചെറിയൊരു 15 സെൻറ്റ് ആ വീതി തന്നെ 15 സെൻറ്റ് തന്നെ അകലം ഇട്ടുകൊണ്ട് ഞങ്ങൾ ക്രോസ് ഒരു 2 പീസോട് ഞങ്ങൾ കൊടുക്കും. ആ വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഈ ചെയ്യുന്നത്. കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്തിട്ട് കറക്റ്റ് തൂക്കിട്ടിട്ട് അത് ഞങ്ങളത് കട്ട് ചെയ്ത് നേരെ താഴോട്ട് കട്ട് ചെയ്തിട്ട് ഒന്നുക്കുന്നിൻ്റെ സ്ക്വയർ ട്യൂബ് തന്നെ അത് നേരെ താഴോട്ട് വരും. അങ്ങ് താഴെ വരും പോകുന്നില്ല. ഏറ്റവും താഴത്തെ ആ സ്ക്വയർ ട്യൂബിൻ്റെ കറക്റ്റ് ലെവൽ നിൽക്കും. അതിൻ്റെ ആ തൂക്കിനനുസരിച്ച് അതിൻ്റെ ചൂടും കട്ട് ചെയ്ത് കൊടുക്കും. അന്നേരം അത് ചെയ്യുമ്പോഴത്തേക്ക് സ്വല്പം ഒരു ഭംഗിയും ഉണ്ടാകും. ഇപ്പോൾ ആ ഡിസൈൻ്റെ ആ സൈഡ് വെൽഡിങ് എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി ആ സൈഡ് കട്ട് ചെയ്യാനുണ്ട്. ആ താഴത്തിൻ്റെ ആ ലെവലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ വർക്കെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോയുമായി ഞങ്ങൾ അടുത്തൊരു ദിവസം തന്നെ ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.